അനുവിൻ്റെ അനുവിൻ്റെ വിവാഹം 30-ാം തീയതി അല്ലേ? ഈ 30-ാം തീയതി നമ്മുടെ പൂങ്കാവിലെ പള്ളി വെച്ച്. അനുവിൻ്റെ വീട് എവിടെയാണ്? അനുവിൻ്റെ വീട് വട്ടക്കുളഞ്ഞിയിൽ, മറ്റേ നിഖിലിൻ്റെ വീട് മല്ലശ്ശേരി മൂക്കിന്. രണ്ടുപേരും 1 കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ. ഇവർ എന്നാണ് മലേഷ്യക്ക് പോയത്? ഇവർ തിങ്കളാഴ്ച, കഴിഞ്ഞ തിങ്കളാഴ്ച. മരിച്ച നിഖിലിൻ്റെയും അതോടൊപ്പം തന്നെ അനുവിൻ്റെയും വിവാഹം 30-ാം തീയതി മല്ലശ്ശേരി പള്ളിയിലാണ് നടന്നത്. അതിനുശേഷം കഴിഞ്ഞ തിങ്കളാഴ്ച മലേഷ്യക്ക് യാത്ര പോയി തിരിച്ച് എത്തിയ വേളയിലാണ് ഇരുവർക്കും മരണം സംഭവിച്ചതൊപ്പം തന്നെ അവരുടെ പിതാക്കന്മാർ കൂടി മരണത്തിന് കീഴടങ്ങിയ അതിദാരുണമായ സംഭവം ഉണ്ടായിട്ടുള്ളത്. നവദമ്പതികളാണ് മരിച്ചത് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതിദാരുണമായൊരു സംഭവം തന്നെയാണ്. കാരണം മലേഷ്യയിലേക്ക് ടൂർ പോയ ഇവരെ തിരികെ കൂട്ടിക്കൊണ്ടുവരാൻ പോയ രണ്ടുപേരുടെയും അച്ഛന്മാരും ആ വാഹനത്തിലുണ്ടായിരുന്നു. എന്തായാലും വലിയൊരു ദാരുണമായ സംഭവം തന്നെയാണ്. കാരണം അവർ നവദമ്പതികളാണ്. 30-ാം തീയതിയാണ് അവരുടെ വിവാഹം കഴിഞ്ഞത്. അതിനുശേഷം മലേഷ്യയിലേക്ക് പോയ ശേഷം തിരിച്ച് ഇവരെ കൂട്ടിക്കൊണ്ടുവരുന്നൊരു വേളയിലായിരുന്നു ഈ അപകടമുണ്ടായത്. ബന്ധുക്കൾക്ക് ആർക്കും തന്നെ ഒന്നും സംസാരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം തന്നെയാണ്. കാരണം ആരും പ്രതീക്ഷിക്കാതെ ഉണ്ടായ ഒരു അപകടം, അതിദാരുണമായ സംഭവം. അഭിലാൽ, ഇവരുടെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ എപ്പോഴുണ്ടാകും? അക്കാര്യത്തിൽ എന്തെങ്കിലും വിവരം ലഭിച്ചോ? ഇല്ല, അപകട സ്ഥലത്താണ് പോലീസ് സംഘങ്ങളൊക്കെ ആകെ ഉള്ളത്. കോന്നി DVSPയുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ മാറ്റിയ ശേഷം ഗതാഗതം പുനഃസ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങളിലാണ്. രക്ഷാപ്രവർത്തനം എന്നുള്ളത് ആദ്യഘട്ടത്തിൽ അരമണിക്കൂർ സമയം കൊണ്ട് തന്നെ പൂർത്തിയായിരുന്നു. പക്ഷേ രക്ഷാപ്രവർത്തനം എന്ന് നമുക്ക് പൂർണ്ണാർത്ഥത്തിൽ പറയാൻ കഴിയില്ല. കാരണം 3 പേർ സംഭവ സ്ഥലത്ത്, ഒരാൾ പിന്നീട് ആശുപത്രിയിലുമാണ് മരണമടഞ്ഞത്. എന്തായാലും നമുക്ക് ലഭ്യമാകുന്ന പുതിയ വിവരമനുസരിച്ച് കഴിഞ്ഞ മാസം 30-ാം തീയതി മല്ലശ്ശേരി പള്ളിയിൽ വിവാഹിതരായ നവദമ്പതികളും ഇരുവരുടെയും പിതാക്കന്മാരുമാണ് മരണമടഞ്ഞത്. 30-ാം തീയതി വിവാഹം കഴിഞ്ഞ ദമ്പതികൾ വിദേശത്ത് മലേഷ്യയിൽ ഹണിമൂണിന് പോയ ശേഷം മടങ്ങിയെത്തി. അവരെ കൂട്ടിക്കൊണ്ടുവരാൻ ഇരുവരുടെയും പിതാക്കന്മാരാണ് പോയത്. അവർ 4 പേരുമാണ് വാഹന അപകടത്തിൽ മരണമടഞ്ഞത്. ശബരിമല തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങിയ സംഘത്തിൽപ്പെട്ട ആളുകൾ സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ എതിർദിശയിലെത്തിയ കാർ കൂട്ടിയിടിക്കുകയാണ് ഉണ്ടായത്. സംഭവ സ്ഥലത്തു നിന്നുള്ള ദൃശ്യങ്ങൾ ലഭിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ കാറിൻ്റെ ഡ്രൈവർ ഒരുപക്ഷെ ഉറങ്ങിപ്പോയതാകാം അപകടത്തിൽ ഇടയാക്കിയത് എന്നുള്ളതാണ്. തിരുവനന്തപുരം ഭാഗത്തു നിന്നും വന്ന കാർ വലതുവശത്ത് ചേർന്ന് എതിർദിശയിൽ വന്ന മിനി ബസ്സിൽ ഇടിച്ചു കയറുകയായിരുന്നു.